ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കമ്പനി അക്കൗണ്ട്സിൻ്റെ 16ാമത്തെ പാർട്ട് വീഡിയോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ 15 പാർട്ടിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ഇഷ്യൂ ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ടിട്ട് ഇതിനോടകം നമ്മൾ ഫോർഫിച്ചർ ഓഫ് ഷെയർസ് എന്ന ടോപ്പിക്ക് വരെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു കമ്പനിക്ക് ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 തരത്തിൽ ഷെയർ ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂഡ് അറ്റ് പാർ, ഇഷ്യൂഡ് അറ്റ് പ്രീമിയം, ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. അപ്പോൾ ഈ 3 രീതിയിലും ഷെയർ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഇനി ഈ ഇഷ്യൂ ചെയ്ത ഷെയർ ഫോർഫിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റും നമ്മൾ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ്. എന്താണ് റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് എന്ന് പറഞ്ഞാൽ, the director of the company are empowered to reissue the shares once forfeited by them for non-payment of calls. Such shares may be reissued at par, at premium or at a discount. ഏതെങ്കിലും ഷെയർ ഹോൾഡേഴ്സ് അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ പേ ചെയ്തിട്ടില്ല എങ്കിൽ കമ്പനി ആ ഷെയർ ഫോർഫിറ്റ് ചെയ്യും. അങ്ങനെ ഫോർഫിറ്റ് ചെയ്ത ഷെയർ വീണ്ടും കമ്പനിക്ക് റീഇഷ്യൂ ചെയ്യാം. അങ്ങനെ റീഇഷ്യൂ ചെയ്യുന്ന ഷെയർ ചിലപ്പോൾ പാറിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ആദ്യം കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, ആ ഇഷ്യൂ ചെയ്ത ഷെയറിൽ ആരെങ്കിലും കോൾ മണിയോ അലോട്ട്മെൻറ്റ് മണിയോ പേ ചെയ്തിട്ടില്ല എങ്കിൽ അവരുടെ ഷെയർ കമ്പനി ഫോർഫീറ്റ് ചെയ്യുന്നു, എന്നുവെച്ചാൽ ക്യാൻസൽ ചെയ്യുന്നു. ക്യാൻസൽ ചെയ്തതിൻ്റെ ശേഷം കമ്പനി വീണ്ടും ആ ഷെയർ റീ ഇഷ്യൂ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ കമ്പനി റീഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പാറിൽ ഇഷ്യൂ ചെയ്യാം, പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യാം, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. അതിനു മുമ്പ് നമുക്ക് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തതിന് ശേഷം റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസിലേക്ക് പോവാം. അപ്പോൾ എന്താണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം സറണ്ടർ എന്ന വേർഡിൻ്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അടിയറ വെക്കുക എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ സറണ്ടർ ഓഫ് ഷെയർസ് മീൻസ് വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ടു ദി കമ്പനി ഫോർ ക്യാൻസലേഷൻ. ഈ സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് വോളണ്ടറി ആയിട്ട് ഷെയർസ് റിട്ടേൺ ചെയ്യുകയാണ്, എന്ന് വെച്ചാൽ തിരിച്ചു കൊടുക്കുകയാണ്. ആർക്ക് തന്നെ? കമ്പനിക്ക് തന്നെ. അപ്പോൾ കമ്പനിക്ക് ഷെയർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ ഹോൾഡേഴ്സ് ഷെയർ റിട്ടേൺ ചെയ്യുന്നു. The company can accept such surrender only if such shares are likely to be forfeited for non-payment of calls and the articles so provide. അപ്പോൾ ഒരു കമ്പനി സറണ്ടർ ഓഫ് ഷെയർസ് ആക്സെപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഷെയർ കോൾ മണിയോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മണിയോ പേ ചെയ്യാതെ ഫോർഫീറ്ററിൻ്റെ വക്കിലേക്ക് എത്തി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും? ഷെയർ സറണ്ടർ ചെയ്യുന്നത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ദി ഫോർഫീച്ചർ ഈസ് ആൻ ആക്ഷൻ ഓൺ ദി പാർട്ട് ഓഫ് ദി കമ്പനി. ഫോർഫീച്ചർ എടുക്കുന്നത് കമ്പനിയുടെ ഭാഗത്ത് നിന്നാണ്, കമ്പനിയാണ് ഫോർഫീറ്റ് ചെയ്യുക. വൈൽ സറണ്ടർ ഈസ് ആൻ ആക്ഷൻ ഓൺ ദി പാർട്ട് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ സറണ്ടർ ഓഫ് ഷെയർസിൽ ഷെയർ ക്യാൻസൽ ചെയ്യാം എന്നുള്ള റിക്വസ്റ്റ് കൊടുക്കുന്നത് ആരാണ്? ഷെയർ ഹോൾഡറാണ്. അപ്പോൾ ഷെയർ ഹോൾഡറിൻ്റെ ഭാഗത്തു നിന്നാണ് സറണ്ടർ ഓഫ് ഷെയർസിൻ്റെ ആക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ മറ്റേത് ഫോർഫിച്ചർ ഓഫ് ഷെയർസ് എന്നുള്ളത് കമ്പനി എന്ത് ചെയ്യുന്നു? ക്യാൻസലേഷൻ ചെയ്യുന്നു. സറണ്ടർ ഓഫ് ഷെയർസ് എന്നുള്ളത് എന്താണ്? ഷെയർ ഹോൾഡർ സറണ്ടർ ചെയ്യാണ്, ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയോട് പറയാണ്. ദ സറണ്ടേർഡ് ഷെയർസ് ബിക്കം പ്രോപ്പർട്ടി ഓഫ് ദി കമ്പനി ആൻഡ് ക്യാൻ ബി റീഇഷ്യൂഡ് അറ്റ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അപ്പോൾ സറണ്ടർ ഓഫ് ഷെയർസ് സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സറണ്ടേർഡ് ഷെയർസ് കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറി. പിന്നെ കമ്പനി എന്ത് ചെയ്യും? ആ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ തീരുമാനത്തിനനുസരിച്ചിട്ട് ആ സറണ്ടർ ചെയ്ത ഷെയർ റീ ഇഷ്യൂ ചെയ്യും, വീണ്ടും ഇഷ്യൂ ചെയ്യും. ഓക്കെ, ദ കമ്പനി മേ പേ സം കോമ്പൻസേഷൻ ഓൺ ദി ഷെയർസ് സറണ്ടേർഡ്. അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഈ ഷെയർ ഹോൾഡേഴ്സ് എന്നെ പറയണല്ലോ എനിക്ക് ഇനി അങ്ങോട്ട് കാശ് അടക്കാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ ഷെയർ ഞാൻ ക്യാൻസൽ ചെയ്യാണ്, സറണ്ടർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ കമ്പനി എന്ത് ചെയ്യും? അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് കമ്പനി ഷെയർ സറണ്ടർ ചെയ്യും, ക്യാൻസൽ ചെയ്യും. അപ്പോൾ സറണ്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സറണ്ടേർഡ് ഷെയർസ് കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറി. അപ്പോൾ എത്ര രൂപയാണോ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തത് അതൊക്കെ ആർക്ക് എത്തിച്ചേരും? കമ്പനിയിലേക്ക് വരും, കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല.
പക്ഷേ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് തന്നെ എന്നെക്കൊണ്ട് പറ്റില്ല, ആ ക്യാഷ് ബാക്കിയുള്ള ക്യാഷ് അടക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഷെയർ ഹോൾഡേഴ്സ് തന്നെ സമ്മതിക്കുകയും അതുകൊണ്ട് കമ്പനി എന്ത് ചെയ്യും, അവരടച്ചതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ ആയിട്ട് കമ്പനി ചിലപ്പോൾ പേ ചെയ്യും. ഫ്രം ദി അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോർഫീറ്റഡ് ഷെയർസ് ആൻഡ് സറണ്ടർ ഓഫ് ഷെയർസ്. Entries to be passed for surrender of shares are similar that of the forfeiture of shares. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സറണ്ടർ ഓഫ് ഷെയർസിനും ഫോർഫിച്ചർ ഓഫ് ഷെയർസിനും നോ സെപ്പറേറ്റ് ജേണൽ എൻട്രീസ് ഒന്നുമില്ല, സെയിം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നില്ല, അത് പഠിക്കുന്നില്ല. അപ്പോൾ സറണ്ടർ ഓഫ് ഷെയർസിനും ഫോർഫിച്ചർ ഓഫ് ഷെയർസും വന്നു കഴിഞ്ഞാലും സെയിം അക്കൗണ്ടിങ് ട്രീറ്റ്മെൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം, ദാറ്റ് ഈസ് റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാറിൽ ഇഷ്യൂ ചെയ്ത ഷെയർ ഫോർഫിറ്റ് ചെയ്ത് വീണ്ടും ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പാറിലോ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ആകാം. അപ്പോൾ എന്താ പറഞ്ഞു തന്നത്, സാധാരണ നോർമലി ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാവാം, അല്ലെങ്കിൽ പ്രീമിയത്തിലാവാം, ഡിസ്കൗണ്ടിലാവാം. ഇതിൽ ഏതിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാലും ഇതൊക്കെ ക്യാൻസൽ ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ അത് ഫോർഫിറ്റ് ചെയ്യുമ്പോഴുള്ള ജേണൽ എൻട്രീസ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇനി റീഇഷ്യൂവിൻ്റെ കേസിൽ, റീഇഷ്യൂ ഓഫ് ഫോർഫിറ്ററിൻ്റെ കേസിൽ നമ്മൾ പഠിക്കുന്നത് പാറിൽ ഇഷ്യൂ ചെയ്ത ഷെയർ ക്യാൻസൽ ചെയ്ത് വീണ്ടും റീ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാകാം, പ്രീമിയത്തിലാവാം, ഡിസ്കൗണ്ടിലാകാം. ഓക്കെ, അതേപോലെ തന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത ഷെയർ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ അതും പാറിലോ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ആകാം. സെയിം കേസ് തന്നെയാണ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർ റീ ഇഷ്യൂ ചെയ്യുമ്പോൾ പാറിലോ പ്രീമിയത്തിലോ ഡിസ്കൗണ്ടിലോ ആകാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കേസാണ്. എന്താണ്? ഷെയർ ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ, റീ ഇഷ്യൂഡ് അറ്റ് പാർ ഓർ പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് കേസാണ് പറയുന്നത് റീ ഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് അറ്റ് പാർ. ഫോർഫിറ്റ് ചെയ്ത ഷെയർ റീ ഇഷ്യൂ ചെയ്യുന്നത് പാറിലാണെങ്കിൽ, ഓക്കെ, അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. വെൻ ദ ഫോർഫിറ്റഡ് ഷെയർസ് ആർ റീ ഇഷ്യൂഡ് അറ്റ് പാർ, നോ സ്പെഷ്യൽ എൻട്രീസ് റിക്വേർഡ്. അപ്പോൾ സാധാരണ നോർമൽ എൻട്രി മതി, താഴെ പറയുന്ന ഈ എൻട്രി ഒറ്റൊരു എൻട്രി മതി. എന്താണ് പറയുന്നത്? ഒറിജിനലി ഇഷ്യൂഡ് അറ്റ് പാർ, റീ ഇഷ്യൂഡ് അറ്റ് പാർ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഷെയർ റീ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താകും എൻട്രി? എൻട്രി വിൽ ബി ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റോ ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റോ എത്ര എമൗണ്ട് ആണ്? എമൗണ്ട് റിസീവ്ഡ് ഓൺ റീഇഷ്യൂ, റീഇഷ്യൂ ചെയ്തപ്പോൾ എത്ര എമൗണ്ട് ആണോ കിട്ടിയത് അത് ബാങ്ക് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഷെയർസ്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പെയ്ഡ് അപ്പ് വാല്യൂ. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു? കാരണം റീഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് എന്താണ്, ക്യാഷ് കിട്ടുകയാണ് ചെയ്യുക. അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അതേപോലെ റീഇഷ്യൂ ചെയ്യുമ്പോൾ വീണ്ടും എന്താണ് സംഭവിക്കുന്നത്? ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണ്. അപ്പോൾ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. ക്ലിയർ? ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ആൽഫ ലിമിറ്റഡ് ഫോർഫിറ്റഡ് 600 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 each fully called up for non-payment of final call money of ₹4 per share. These shares were reissued for ₹10 per share as fully paid up. Give journal entry for forfeited shares and reissue of shares. അപ്പോൾ ആൽഫ ലിമിറ്റഡ് 600 ഇക്വിറ്റി ഷെയർസ് ഫോർഫിറ്റ് ചെയ്യണം, ക്യാൻസൽ ചെയ്യണം. 10 രൂപ വിലയുള്ള 600 ഇക്വിറ്റി ഷെയർസ് ക്യാൻസൽ ചെയ്യണം. എന്തിനാണ് ക്യാൻസൽ ചെയ്യുന്നത്? ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ മണി. അപ്പോൾ ഫൈനൽ കോൾ മണി ആയിട്ടുള്ള 4 രൂപ എന്ത് ചെയ്തിട്ടില്ല, അടച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഷെയർ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. വീണ്ടും അത് 10 രൂപയ്ക്ക് തന്നെയാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർഫിറ്ററിൻ്റെയും റീഇഷ്യൂൻ്റെയും ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഫോർഫിറ്ററിൻ്റെ എൻട്രി എഴുതാം. എത്ര ഷെയർ ആണ് ഫോർഫിറ്റ് ചെയ്യുന്നത്? 600 ഇക്വിറ്റി ഷെയർസ് ആണ് ഫോർഫിറ്റ് ചെയ്യുന്നത്. എന്തിനാണ് ഫോർഫിറ്റ് ചെയ്യുന്നത്? ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫൈനൽ കോൾ മണി ഓഫ് ₹4. അപ്പോൾ 4 രൂപ അടച്ചിട്ടില്ല. അപ്പോൾ ബാക്കി 6 രൂപ എന്ത് ചെയ്തിട്ടുണ്ടാവും, അടച്ചിട്ടുണ്ടാകും അല്ലേ? അപ്പോൾ നമ്മൾ എൻട്രി എന്ത് ചെയ്തും, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റോ എത്രയാണ്, 600 × 10 അല്ലേ? 10 രൂപ വിലയുള്ള ഷെയർ ക്യാപിറ്റലാണ് എന്ത് ചെയ്യുന്നത്, കോൾഡപ്പ് ചെയ്ത് 10 തന്നെയാണ്. അപ്പോൾ 10 രൂപ കോൾഡപ്പ് ചെയ്തിട്ടുള്ള
ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ ക്യാൻസൽ ചെയ്യുമ്പോൾ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട്. ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് 6 രൂപ വരുന്നു. എത്ര എമൗണ്ട് ആണോ പേ ചെയ്തിട്ടുള്ളത്, ഷെയർ ഹോൾഡർ പേ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് വരിക. നോൺ പെയ്ഡ് ആണ്, ഏതാണോ ഫൈനൽ കോളാണ് ഇവിടെ പേ ചെയ്യാത്തത്, അതുകൊണ്ട് ടു ഷെയർ ഫൈനൽ കോൾ എന്ന് പറഞ്ഞിട്ട് 4 രൂപ എഴുതി. ഓക്കെ, അപ്പോൾ ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് എത്ര വരിക? 3600. 300 × 6 3600. ദെൻ ടു ഷെയർ ഫൈനൽ കോൾ മണി അല്ലേ, ഫൈനൽ കോൾ മണി ആയിട്ടുള്ള 4 രൂപ അടച്ചിട്ടില്ല. അപ്പോൾ അടക്കാത്തത് എന്ത് ചെയ്യും? ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് എന്ന് എഴുതിയിട്ട് 2400 എഴുതി. ഓക്കെ, അപ്പോൾ ഫോർഫിറ്റഡിൻ്റെ എൻട്രി ക്ലിയർ ആണ്. ഇനി റീഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി, റീഇഷ്യൂ ചെയ്യുന്നത് എന്താണ്? ഈ 600 ഷെയർ ഫോർഫിറ്റ് ചെയ്തിട്ടുള്ള 600 ഷെയർ എത്ര രൂപക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? 10 രൂപയ്ക്ക് തന്നെയാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 10 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ, റീഇഷ്യൂ ചെയ്യുമ്പോൾ ക്യാഷ് എന്ത് ചെയ്യുന്നു? ബാങ്കിലേക്ക് വരുന്നു. എത്ര രൂപ വീതം? 600 ഷെയറിന് 10 രൂപ വീതം വരുന്നു. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു 6000. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 6000 തന്നെയാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഫോർഫിറ്റ് ചെയ്തപ്പോൾ കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് 3600 രൂപ വന്നു. നമ്മൾ പറഞ്ഞു ഷെയർ ഫോർഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷെയർ ഹോൾഡേഴ്സ് അടച്ചിട്ടുള്ള എമൗണ്ട് അവർക്ക് തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറി. അപ്പോൾ കമ്പനിയുടെ കയ്യിലുള്ള ഈ 3600 രൂപ, ഫോർഫിറ്റഡിലുള്ള ഈ 3600 രൂപ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ റിസർവ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എൻട്രി എന്താകും? ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ റിസർവ് 3600. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? സിമ്പിളാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സിറ്റുവേഷൻ പഠിക്കാം. ദാറ്റ് ഈസ് റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് അറ്റ് പ്രീമിയം. ഫോർഫിറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യുന്നത് എന്തിലാണ്? പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ഷെയർ ഒറിജിനലി ഇഷ്യൂ ചെയ്യുമ്പോൾ പാറിൽ ഇഷ്യൂ ചെയ്തു, പിന്നെ അത് റീഇഷ്യൂ ചെയ്യുന്നത് എന്തിലാണ്? പ്രീമിയത്തിലാണെങ്കിൽ, പ്രീമിയത്തിൽ നിന്ന് പറയുമ്പോൾ 10 രൂപയുള്ളത് ഫേസ് വാല്യൂവിനേക്കാൾ കൂട്ടിയിട്ട് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുന്നതിനാണ് പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുക എന്നുള്ളത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. When forfeited shares are reissued at a premium, the premium received should be credited to security premium account. ഓക്കെ, അപ്പോൾ ഈ പ്രീമിയം റീഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള ആ സെക്യൂരിറ്റി പ്രീമിയം എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ സെക്യൂരിറ്റി പ്രീമിയം എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെയാണ് റീഇഷ്യൂ ചെയ്യുമ്പോഴും സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ എന്താണ് എൻട്രി? എൻട്രി നോക്കാം. ബാങ്ക് അക്കൗണ്ട് അപ് ടു, ഓക്കെ, ബാങ്കിലേക്ക് എത്രയാണോ റിസീവ് ചെയ്തിട്ടുള്ളത്, റീഇഷ്യൂ ചെയ്തപ്പോൾ എത്ര എമൗണ്ട് ആണോ ബാങ്കിലേക്ക് റിസീവ് ചെയ്തിട്ടുള്ളത് ഇൻക്ലൂഡിങ് പ്രീമിയം എമൗണ്ട് ബാങ്ക് അക്കൗണ്ടിൽ എഴുതുന്നു. ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് എപ്പോഴും അതിൻ്റെ നോമിനൽ വാല്യൂ അല്ലെങ്കിൽ പെയ്ഡപ്പ് വാല്യൂ ആണ് പോവുക. ടു സെക്യൂരിറ്റി പ്രീമിയം, എക്സ്ട്രാ പ്രീമിയം എമൗണ്ട് സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കാം. Alpha Limited forfeited 600 equity shares of ₹10 each, fully called up. For non-payment of final call money of 4 per share, the share were reissued for 12 per share, including premium ₹2, as fully paid up. Give journal entries for forfeited and reissue of shares. Alpha Limited 10 രൂപ വിലയുള്ള 600 ഇക്വിറ്റി ഷെയർ ഫൈനൽ കോൾ മണി പേ ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ചെയ്യാണ്, ഫോർഫിറ്റ് ചെയ്യണം. അപ്പോൾ ഫൈനൽ കോൾ മണി ആയിട്ടുള്ള 4 രൂപ ഒരു ഷെയർ ഹോൾഡർ അടച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഷെയർ ഹോൾഡറിൻ്റെ കയ്യിലുള്ള 600 ഷെയർ എന്ത് ചെയ്യുന്നു? ഫോർഫിറ്റ് ചെയ്യുന്നു. എന്നിട്ടത് റീഇഷ്യൂ ചെയ്യുന്നു. എത്ര രൂപക്കാണ്? 12 രൂപക്കാണ്. എന്ന് വെച്ചാൽ പ്രീമിയത്തിലാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ജേണൽ എൻട്രീസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഫോർഫിറ്റ് ചെയ്യുന്നതിൻ്റെ എൻട്രി എഴുതാം. ഫോർഫിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു ഷെയർ ഫോർഫിറ്റഡ്. ഷെയർ ഫോർഫിറ്റഡിലേക്ക് എത്ര എമൗണ്ട് ആണ് പോവുക? എത്രയാണോ ഷെയർ ഹോൾഡേഴ്സ് ആ ഷെയറിന് പേ ചെയ്തിട്ടുള്ള എമൗണ്ട് അത് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് പോകും. പേ ചെയ്യാത്തത് ഏതാണ്? ഇവിടെ ഫൈനൽ കോൾ മണി ആയിട്ടുള്ള 4 രൂപയാണ്. അപ്പോൾ 600 × 4 2400 ഷെയർ ഫൈനൽ കോൾ മണി അക്കൗണ്ടിലേക്കും പോകും. അപ്പോൾ ജനറലി നോക്കാം എന്താണ്? ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു
എത്രയാണ് 600 ഷെയറാണ്, അത് 10 രൂപ തന്നെയാണ് കോൾഡ് അപ്പ് അല്ലേ. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ് ടു 6000. ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് 6 രൂപ പേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 600 × 6 3600 ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക്. ടു ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട്, ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ടിലേക്ക് എത്രയാണ് 4 രൂപയാണ് ഫൈനൽ കോൾ മണി പേ ചെയ്യാത്തത്. അപ്പോൾ ആ പേ ചെയ്യാത്തത് ടു ഷെയർ ഫൈനൽ കോൾ മണി എന്ന് പറഞ്ഞിട്ട് എഴുതാം. ഓക്കെ, 600 × 4 2400. അപ്പോൾ ഫോർഫിറ്റ് എങ്ങനെ പഠിച്ചു. ഇനി ഈ ഫോർഫിറ്റ് ചെയ്ത ഷെയർ കമ്പനി റീഇഷ്യൂ ചെയ്യണം. അപ്പോൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി നമുക്കറിയാം എന്താണ്, ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന്. പക്ഷേ ഇവിടെ പ്രീമിയത്തിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പ്രീമിയം എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം, പ്രീമിയം കിട്ടണമല്ലോ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റോ എത്രയാണ് ബാങ്കിലേക്ക് വന്നത്, 12 രൂപക്കാണ് റീഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 600 ഷെയറും റീഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ 600 × 12 ബാങ്കിലേക്ക് ഇൻക്ലൂഡിങ് പ്രീമിയം എമൗണ്ട് ബാങ്കിലേക്ക് വന്നു 7200. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റോ 7200. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്, ഷെയർ ക്യാപിറ്റലിലേക്ക് അപ്പോൾ അതിൻ്റെ ഫേസ് വാല്യൂ അല്ലെങ്കിൽ നോമിനൽ വാല്യൂ പെയ്ഡ് അപ്പ് വാല്യൂ ആണ് പോവുക. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 600 × 10. ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ടിലേക്ക് 2 രൂപ, പ്രീമിയം എത്രയാണ് 2 രൂപ 1200. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ടു സെക്യൂരിറ്റി പ്രീമിയം അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഷെയർ ഫോർഫിറ്റ് ചെയ്തപ്പോൾ ക്യാൻസൽ ചെയ്തപ്പോൾ ആ ഷെയർ ഹോൾഡർ അടച്ചിട്ടുള്ള 3600 രൂപ കമ്പനിയുടെ പ്രോപ്പർട്ടി ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് ഫോർഫിറ്റഡ് അക്കൗണ്ടിലുണ്ട്. ആ ഫോർഫിറ്റ് അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ട് എന്ത് ചെയ്യണം, ക്യാപിറ്റൽ റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ എൻട്രി ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്സ് 3600. ഈ എമൗണ്ട് എന്ത് ചെയ്യുന്നു, ക്യാപിറ്റൽ റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്ലിയർ. നെക്സ്റ്റ്, റീഇഷ്യൂ ഓഫ് ഫോർഫിറ്റഡ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഫോർഫിറ്റ് ചെയ്ത ഷെയർ റീഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ, എന്ന് വെച്ചാൽ ഷെയർ ഒറിജിനലി ഇഷ്യൂ ചെയ്യുമ്പോൾ പാറിലാണ് ഇഷ്യൂ ചെയ്തത്, അത് ഫോർഫിറ്റ് ചെയ്ത് റീഇഷ്യൂ ചെയ്യുന്നത് എന്തിലാണ്, ഡിസ്കൗണ്ടിലാണെങ്കിൽ. അപ്പോൾ ഒറിജിനലി ഷെയർസ് ഇഷ്യൂഡ് അറ്റ് പാർ, റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൻ ഫോർഫിറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, the discount on reissue should not exceed the amount paid on such shares by the original shareholder. ഫോർഫിറ്റ് ചെയ്ത ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിലാണെങ്കിൽ ആ ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഇഷ്യൂ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ട് ഷുഡ് നോട്ട് എക്സീഡ് ദ എമൗണ്ട് പെയ്ഡ് ഓൺ സച്ച് ഷെയർസ് ബൈ ദി ഒറിജിനൽ ഹോൾഡർ. ഒറിജിനൽ ഹോൾഡർ പേ ചെയ്തിട്ടുള്ള എമൗണ്ടിനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ എ ഷെയർ ഹോൾഡർ ഓഫ് ₹10 ഓൺ വിച്ച് 4 ഹാസ് ബീൻ റിസീവ്ഡ് ടിൽ ഇറ്റ്സ് ഫ്യൂച്ചർ. അപ്പോൾ ഒരു ഷെയർ ഹോൾഡർ ആദ്യം ഷെയർ ഇഷ്യൂ ചെയ്തു, അപ്പോൾ ഷെയർ ഹോൾഡർ വാങ്ങി. അപ്പോൾ അതിൽ 6 രൂപ പേ ചെയ്തു, 4 രൂപ എന്ത് ചെയ്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഷെയർ എന്ത് ചെയ്യുന്നു, ക്യാൻസൽ ചെയ്യുന്നു. ഈ ഷെയർ റീഇഷ്യൂ ചെയ്യുകയാണ്, ഫുള്ളി പെയ്ഡപ്പ് ആയിട്ട് റീഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 6 രൂപയ്ക്കെങ്കിലും ഇഷ്യൂ ചെയ്യണം. മനസ്സിലായ? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒറിജിനൽ ഷെയർ ഹോൾഡേഴ്സ് പേ ചെയ്തിട്ടുള്ള 4 രൂപയാണ്. അപ്പോൾ ആ 4 രൂപേനേക്കാൾ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ക്ലിയർ. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് നോക്കാം. വെൻ ഫോർഫിറ്റഡ് ഷെയർസ് ആർ റീഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട്, ദ ഫോളോയിങ് ജേണൽ എൻട്രി ഈസ് റിക്വയർഡ് ടു ബി പാസ്ഡ്. ഓക്കെ, അപ്പോൾ എന്താണ് എൻട്രി? നമുക്കറിയാം റീഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് അപ് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്രയാണോ റീഇഷ്യൂ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള എമൗണ്ട് അതാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് എഴുതുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ് ടു റീഇഷ്യൂ ചെയ്തപ്പോൾ കൊടുത്തിട്ടുള്ള ഡിസ്കൗണ്ട് അത് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്കാണ് എഴുതുക. ഓക്കെ, എമൗണ്ട് ഓഫ് ഡിസ്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റീഇഷ്യൂ ചെയ്യുമ്പോഴുള്ള ഡിസ്കൗണ്ട് ഏതിൽ നിന്നാണ് എടുക്കുന്നത്, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ ഷെയർ ഫോർഫിറ്റ് ചെയ്തപ്പോൾ നമ്മൾ കുറച്ച് എമൗണ്ട് നമുക്ക് കിട്ടി. അപ്പോൾ ആ കിട്ടിയതിൽ നിന്നാണ് കമ്പനി ഈ ഡിസ്കൗണ്ട് എമൗണ്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് നികത്തുന്നത് എവിടെ നിന്നാണ്, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ നിന്നാണ്. അപ്പോൾ എന്താണ് എൻട്രി വരിക, ബാങ്ക് അക്കൗണ്ട് അപ് ടു എത്ര എമൗണ്ട് ആണോ റീഇഷ്യൂ ചെയ്തപ്പോൾ റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട്, അത് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് അപ് ടു എത്ര എമൗണ്ട് ആണോ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് റീഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ടു ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇഷ്യൂ വാല്യൂ. ഓക്കെ, ഇനി ഫോർഫിറ്റ് ചെയ്തു, അത് റീഇഷ്യൂ ചെയ്തതിന് ശേഷം ദ ബാലൻസ് റിമൈനിങ് ഇൻ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട്, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലുള്ള ബാലൻസ് അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്.
അത് നമ്മൾ ക്ലോസ് ചെയ്യണം. അത് ക്യാപിറ്റൽ റിസർവ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലുള്ള ആ എമൗണ്ട്, ബാലൻസ് എമൗണ്ട് ക്യാപിറ്റൽ റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ എൻട്രി എന്താകും, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് അപ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട്. ക്ലിയർ? ഇനി ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധിക്കാനുള്ളത്, ഇഫ് ഓൾ ദി ഫോർഫിറ്റഡ് ഷെയർസ് ഹാവ് നോട്ട് ബീൻ റീഇഷ്യൂഡ്, ഓൺലി ദ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് അപ്ലിക്കബിൾ ടു ഷെയർസ് റീഇഷ്യൂഡ് ഈസ് ട്രാൻസ്ഫർ ഫ്രം ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. ഫോർഫിറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഷെയറും റീഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിലും, ഫോർ എക്സാമ്പിൾ 600 ഷെയർ എന്ത് ചെയ്യുന്നു, ഫോർഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ 600 ഷെയറും റീഇഷ്യൂ ചെയ്യുന്നില്ല, ഒരു 300 ഷെയർ മാത്രമേ റീഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ, അപ്പോൾ റീഇഷ്യൂ ചെയ്യുന്നത് എത്ര ഷെയർ ആണോ ആ ഷെയറിൻ്റെ പ്രൊപ്പോർഷനായിട്ടുള്ള എമൗണ്ട് ആണ് ക്യാപിറ്റൽ റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. ക്ലിയർ? ദ ക്യാപിറ്റൽ റിസർവ് ഈസ് ടു ബി ഷോൺ ഓൺ ദി ലാബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് അണ്ടർ ദി ഹെഡ് റിസർവ്സ് ആൻഡ് സർപ്ലസ്. അപ്പോൾ ഈ ലാബിലിറ്റി സൈഡിൽ റിസർവ്സ് ആൻഡ് സർപ്ലസിൻ്റെ അണ്ടറിലാണ് ക്യാപിറ്റൽ റിസർവ്സ് കാണിക്കുക. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ റിസർവ്സ് ഫണ്ട് എന്തിനൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുക, റൈറ്റിംഗ് ഓഫ് ക്യാപിറ്റൽ ലോസ് സച്ച് ആസ് പ്രിലിമിനറി എക്സ്പെൻസ്, ഗുഡ് വിൽ, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ്, ഇതൊക്കെ റിട്ടേൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ദ നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്, ദ റിമൈനിങ് ബാലൻസ് ഇൻ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് കറസ്പോണ്ടിങ് ടു ദി ഷെയർസ് വിച്ച് ഹാവ് നോട്ട് ബീൻ reissued would be allowed to remain under this head. This would be added to paid up capital of the company on the liability side of the balance sheet. അപ്പോൾ നമ്മൾ ഫോർഫിറ്റ് ചെയ്ത ഷെയർ എത്ര ഷെയർ ആണോ റീഇഷ്യൂ ചെയ്യാത്തത് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എമൗണ്ട് അത് ആ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ തന്നെ എന്ത് ചെയ്യുക, വെക്കുക. ആ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ തന്നെയാണ് കീപ്പ് ചെയ്യുക. അത് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യും, ബാലൻസ് ഷീറ്റിൽ ലാബിലിറ്റി സൈഡിൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൻ്റെ കൂടെ എന്ത് ചെയ്യും, ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് ലിമിറ്റഡ് ഫോർഫിറ്റഡ് 100 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച് ഹെൽഡ് ബൈ മോഹൻ ഫോർ നോൺ പേയ്മെൻറ്റ് ഓഫ് ഫസ്റ്റ് കോൾ 2 per ഷെയർ ആൻഡ് ഫൈനൽ കോൾ 3 per ഷെയർ. അപ്പോൾ എക്സ് ലിമിറ്റഡ് 10 രൂപ വിലയുള്ള 100 ഇക്വിറ്റി ഷെയർസ് എന്ത് ചെയ്യാണ്, ഫോർഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഫോർഫിറ്റ് ചെയ്യുന്നത്, മോഹൻ എന്ന ഷെയർ ഹോൾഡർ എന്ത് ചെയ്തിട്ടില്ല, ഫസ്റ്റ് കോളും അതേപോലെ ഫൈനൽ കോളും എന്ത് ചെയ്തിട്ടില്ല, പേ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഷെയർ ഫോർഫിറ്റ് ചെയ്തിട്ട് വീണ്ടും എന്ത് ചെയ്യാണ്, ഇഷ്യൂ ചെയ്യാണ്, റീഇഷ്യൂ ചെയ്യാണ്. ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്, കുമാർ അറ്റ് ഡിസ്കൗണ്ട് 3 per ഷെയർ, 3 രൂപ ഡിസ്കൗണ്ടിൽ കുമാറിന് റീഇഷ്യൂ ചെയ്യുകയാണ്. നമ്മളോട് ഫോർഫിറ്റ് ചെയ്യുന്നതിൻ്റെയും റീഇഷ്യൂ ചെയ്യുന്നതിൻ്റെയും ജേർണൽ എൻട്രിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫോർഫിറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്താ വരിക, ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റോ എത്രയാണ്, കോൾഡ് അപ്പ് 10 രൂപയാണ് കോൾഡ് അപ്പ്. അപ്പോൾ 100 × 10 1000 അല്ലേ, ഷെയർ ക്യാപിറ്റലിലേക്ക് 1000 വരും. ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട്, ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് എത്ര എമൗണ്ട് പേ ചെയ്തിട്ടുണ്ട്, 2ഉം 3ഉം പേ ചെയ്തിട്ടില്ല, ഫസ്റ്റും ഫൈനൽ കോളും പേ ചെയ്തിട്ടില്ല. അപ്പോൾ 5 രൂപ പേ ചെയ്തിട്ടുള്ളൂ, 5 രൂപ പേ ചെയ്യാത്തത്. ഓക്കെ, അപ്പോൾ എൻട്രി എന്താകും നോക്കാം, ഷെയർ ക്യാപിറ്റൽ 1000 ടു ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് എത്ര വരും, 500 രൂപ വരും. എത്ര എമൗണ്ട് ആണോ ഷെയർ ഹോൾഡർ പേ ചെയ്തത് അത് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിലേക്ക് വരും. ടു ഷെയർ ഫസ്റ്റ് കോൾ, പേ ചെയ്യാത്തത് 200 രൂപ ഷെയർ ഫസ്റ്റ് കോളും 300 രൂപ ഷെയർ ഫൈനൽ കോളും. ഓക്കെ, അപ്പോൾ ഫോർഫിറ്റ് ചെയ്യുന്നതിൻ്റെ എൻട്രി പഠിച്ചു. ഇനി നമ്മൾ റീഇഷ്യൂ ചെയ്യുകയാണ്, ഈ ഫോർഫിറ്റ് ചെയ്തിട്ടുള്ള ഷെയർ റീഇഷ്യൂ ചെയ്യുകയാണ്. അപ്പോൾ റീഇഷ്യൂ ചെയ്യുന്നത് 7 രൂപക്കാണ്. 3 രൂപ എന്താണ്, ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ ഡിസ്കൗണ്ട് 3 രൂപയാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അപ്റ്റോ 700 എങ്ങനെ വരിക, 100 × 7 രൂപയാണ്. ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ് ബാങ്കിലേക്ക് റിസീവ് ചെയ്യുക. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് 700 ആണ് വരിക. ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിലേക്ക് എന്ത് അതിൻ്റെ ഫേസ് വാല്യൂ വരും. ഓക്കെ, അപ്പോൾ ബാലൻസ് എത്രയാണ്, ഡിസ്കൗണ്ട് കൊടുത്തത് എത്രയാണ്, 300 രൂപയാണ് ഡിസ്കൗണ്ട്. അപ്പോൾ ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എത്ര വരും, 300 രൂപ വരും അല്ലേ. എത്രയാണോ റീഇഷ്യൂ ചെയ്തപ്പോൾ ഉള്ള ഡിസ്കൗണ്ട് അത് ഷെയർ ഫോർഫിറ്റഡ് അക്കൗണ്ടിൽ എഴുതും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ നോർമലി എഴുതുമ്പോൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ എൻട്രി എന്താണ്, ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിസ്കൗണ്ടിലായതുകൊണ്ട്
ഈ ഡിസ്കൗണ്ട് 300 രൂപ കൊടുത്ത ഡിസ്കൗണ്ട് നമ്മൾ ഏതിൽ നിന്നാണ് എടുക്കുന്നത്? നമ്മൾ ഫോർഫീറ്റർ അക്കൗണ്ടിൽ നമ്മൾ 500 രൂപ ഉണ്ട്, അതിൽ നിന്ന് 300 രൂപ എടുത്തിട്ട് ഈ എന്ത് ചെയ്യുന്നു, ഡിസ്കൗണ്ട് ഓൺ റീഇഷ്യൂ ഓഫ് ഷെയർസ്. അപ്പോൾ റീഇഷ്യൂ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് നമ്മൾ 300 രൂപ എവിടെ നിന്ന് എടുക്കുന്നത്? ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ടിൽ നിന്ന് എടുക്കുന്നു. ക്ലിയർ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അടുത്തത്, ഈ ഷെയർ ഫോർഫീറ്റർ അക്കൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിസർവ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ എത്ര ഉണ്ടായിരുന്നു? 500 രൂപ ഉണ്ടായിരുന്നു. ഫോർഫീറ്റ് ചെയ്തപ്പോൾ കമ്പനിക്ക് കിട്ടിയത് എത്രയാണ്? 500 രൂപയാണ് കമ്പനിക്ക് കിട്ടിയത്. ഇതിൽ നിന്ന് 300 രൂപ നമ്മൾ റീഇഷ്യൂ ചെയ്തപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഫോർഫീറ്റ് അക്കൗണ്ടിൽ നിന്ന് എടുത്തു. അപ്പോൾ ഇനി ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 200 രൂപ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ടിലുള്ള ബാലൻസ് എത്രയാണ്? 200. അത് ക്യാപിറ്റൽ റിസർവ്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഷെയർ ഫോർഫീറ്റ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ് എമൗണ്ട് 200. ക്ലിയർ? അപ്പോൾ ഇത്രയേ ഉള്ളൂ റീഇഷ്യൂ ഓഫ് ഷെയർസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 3 ജേർണൽ എൻട്രിയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. കോമൺ ആയിട്ടുള്ള ജേർണൽ എൻട്രി എന്താ വരിക? ബാങ്ക് അക്കൗണ്ട് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രീമിയത്തിലാണെങ്കിൽ പ്രീമിയം ക്രെഡിറ്റ് ചെയ്യും, അപ്പോൾ ടു സെക്യൂരിറ്റി പ്രീമിയം വരും. ഡിസ്കൗണ്ടിലാണെങ്കിൽ ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും, ഷെയർ ഫോർഫീറ്റഡ് അക്കൗണ്ട് എന്ന് വരും. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി വരുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് ക്ലാസ്.